everyone, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 13th lecture on Recovery and Refund of Income Tax, which is a subject for Semester 3 students of BCom Tax Procedures and Practices. In previous lecture, we were discussing about deduction of tax from salaries, and in this lecture we are continuing with the same topic, that is deduction of tax from salaries. Let us have a look at the various areas that we are going to discuss under the head deduction of tax from salaries. And the first step is compute the income from salary as discussed under the head income from salaries. അതായത് income from salaries എന്ന് പറയുന്ന ഹെഡിലുള്ള ഇൻകം അസസിയുടെ പ്രീവിയസ് ഇയറിലെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. സോ the first step we have to compute the income from salary as discussed under the head income from salaries. Clear? So നമ്മൾ ഇൻകം ടാക്സിൽ പഠിച്ചിട്ടുണ്ട്. there are 5 heads of income, that is income from salaries, income from house property, profits or gains of business or profession, capital gain and income from other sources. ഇതാണ് 5 ഹെഡ്സ്. അപ്പോൾ ഈ 5 ഹെഡ്സിലെയും ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ടോട്ടൽ ആ 5 ഹെഡ്സ് കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകമാണ്. ക്ലിയർ? ദെൻ നമ്മൾ ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും സർട്ടൺ ഡിഡക്ഷൻസ് കൊടുക്കും അണ്ടർ ചാപ്റ്റർ 6A. അതിനെയാണ് നമ്മൾ ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C to 80U എന്നും പറയുന്നത്. ക്ലിയർ? സോ നമ്മളിപ്പോൾ പഠിക്കുന്നത് ഡിഡക്ഷൻ ഓഫ് ടാക്സ് ഫ്രം സാലറീസിൽ നിന്നുള്ള ഡിഡക്ഷനാണ്. സോ ഓൺലി സാലറീസ് മാത്രം നമ്മളിപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ഇൻകം ഫ്രം സാലറീസ്, അതായത് സാലറി മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുകയാണ്. സോ നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ഇൻകം ഫ്രം സാലറി ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ആ സാലറി ഇൻകത്തിൽ നിന്നും സാലറി ഇൻകം ബീങ് ദ ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് ദ അസസി, we had to deduct certain deductions if prescribed conditions are satisfied. ഈ പറഞ്ഞിരിക്കുന്ന ചാപ്റ്റർ 6A പ്രകാരമുള്ള ഡിഡക്ഷൻസ് 80C to 80U വരെയുള്ള ഡിഡക്ഷൻസ് നടത്തുക. ക്ലിയർ? അതിൽ ആപ്ലിക്കബിൾ ആകുന്ന ഡിഡക്ഷൻസ് ഉണ്ട്. സാലറീസിൻ്റെ കേസിൽ ആപ്ലിക്കബിൾ ആകുന്ന ഡിഡക്ഷൻസ് 80C തൊട്ട് 80U വരെ ഉള്ളതിൽ അതൊക്കെ അലോ ചെയ്യുക. ദെൻ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും ഈ ഡിഡക്ഷൻസ് അലോ ചെയ്ത് കഴിയുമ്പോൾ വി വിൽ ഗെറ്റ് ദ ടോട്ടൽ ഇൻകം ഓഫ് ദി അസസി. ക്ലിയർ? ഫസ്റ്റിലെ സാലറി ഇൻകം ഫ്രം സാലറീസ് എന്നുള്ള ഹെഡിൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നു. സോ ഇവിടെ സാലറി മാത്രമേ ഉള്ളൂ. സോ സാലറി ഇൻകം തന്നെ ഗ്രോസ് ടോട്ടൽ ഇൻകം ആയിട്ട് എടുക്കുന്നു. ദെൻ ആ സാലറി ഇൻകത്തിൽ നിന്നും സർട്ടൺ ഡിഡക്ഷൻസ് ദാറ്റ് കംസ് അണ്ടർ ചാപ്റ്റർ 6A, ദാറ്റ് ഈസ് അണ്ടർ സെക്ഷൻ 80C to 80U. ദെൻ ആ ഡിഡക്ഷൻസ് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും അലോ ചെയ്ത് കഴിയുമ്പോൾ വി വിൽ ഗെറ്റ് ദ ടോട്ടൽ ഇൻകം ഓഫ് ദി അസസി. ക്ലിയർ? സോ ഇപ്പോൾ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. ആൻഡ് ഓൺ ദിസ് ടോട്ടൽ ഇൻകം ദ ടാക്സ് റേറ്റ്സ് ആർ ആപ്ലിക്കബിൾ ഫോർ ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ടാക്സ്. ഈ ടോട്ടൽ ഇൻകത്തിലാണ് സർട്ടൺ റേറ്റ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ റേറ്റ്സ് ഓഫ് ടാക്സ് ഫോർ ഇൻഡിവിജ്വൽസ് in case of senior citizen, super senior citizen and other individuals are discussed clearly and in detail. And then surcharge is applicable on income tax and marginal relief is applicable on income tax, and health and education cess is applicable, and rebate of income tax is applicable. ഇതിൽ സർചാർജ് ഒക്കെ ആപ്ലിക്കബിൾ ആകണമെങ്കിൽ ടോട്ടൽ ഇൻകം സർട്ടൺ ഒരു എക്സ്റ്റെൻറ്റിനെ എക്സീഡ് ചെയ്യുമ്പോഴാണ് ആപ്ലിക്കബിൾ ആകുന്നത്. മാർജിനൽ റിലീഫിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ്. ഒരു സർട്ടൺ എക്സ്റ്റെൻറ്റിനെ എക്സീഡ് ചെയ്യുമ്പോഴാണ്, ടോട്ടൽ ഇൻകം എക്സീഡ് ചെയ്യുമ്പോഴാണ് അതും ആപ്ലിക്കബിൾ ആകുന്നത്. ആൻഡ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഓൺ ദ എമൗണ്ട് ഓഫ് ഇൻകം ടാക്സ് ആൻഡ് സർചാർജ്. ദെൻ റിബേറ്റ് ഓഫ് ഇൻകം ടാക്സ് അതും
ടോട്ടൽ ഇൻകം ഒരു സർട്ടൺ ലിമിറ്റ് ഉണ്ട്, അത് എക്സീഡ് ചെയ്യുമ്പോഴാണ് റിബേറ്റ് ഓഫ് ഇൻകം ടാക്സ് ആപ്ലിക്കബിൾ ആകുന്നത്. സോ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഏതൊക്കെ ഇൻകം ലിമിറ്റ്സ് ആണ്, ഏത് ലിമിറ്റ്സിനെ എക്സീഡ് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ ആപ്ലിക്കബിൾ ആകുന്നത്, ഓൺ വിച്ച് റേറ്റ്സ്, എന്ത് റേറ്റ്സിലാണ്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രൊവിഷൻസ്, ഇത്രയും കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. ക്ലിയർ? ആൻഡ് ദെൻ there are certain rules for deduction of tax at source from salaries. ഓക്കെ, ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ് ഫ്രം സാലറീസിന് സർട്ടൺ റൂൾസ് ഉണ്ട്. ആ റൂൾസിൻ്റെ ബേസിസിലാണ് ഈ ഡിഡക്ഷൻ നടത്തുന്നത്. അതിൻ്റെ അകത്ത് തന്നെ പല സബ് കേസസും ഉണ്ട്. പല സബ് ഹെഡിങ്സിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ റൂൾസ് പഠിക്കാനായിട്ടുണ്ട്. അത് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഹെഡ് പഠിക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കും. ക്ലിയർ? അപ്പോൾ ഡിഡക്ഷൻ ഓഫ് ടാക്സ് ഫ്രം സാലറീസിൽ വിച്ച് കംസ് അണ്ടർ സെക്ഷൻ 192 പ്രധാനമായിട്ടും 4 സ്റ്റെപ്സ് ആണുള്ളത്. കാൽക്കുലേഷൻ ഓഫ് ഇൻകം ഫ്രം സാലറി ആസ് ഡിസ്കസ്ഡ് അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം സാലറീസ്. ദെൻ ഫ്രം സച്ച് സാലറി ഇൻകം അലോ ദ ഡിഡക്ഷൻസ് ഇഫ് പ്രിസ്ക്രൈബ്ഡ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. ആൻഡ് ദെൻ റേറ്റ്സ് ഓഫ് ടാക്സ് ആൻഡ് സർചാർജ്, മാർജിനൽ റിലീഫ്, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ആൻഡ് റിബേറ്റ് ഓഫ് ഇൻകം ടാക്സ്, ഇതൊക്കെ വരുന്നുണ്ട്. ആൻഡ് ദെൻ റൂൾസ് ഫോർ ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ് ഫ്രം സാലറീസ്. ഇതിൽ ഓരോ ഹെഡും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. ക്ലിയർ? ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് ദ വേരിയസ് ഏരിയാസ് ദാറ്റ് had to be studied under deduction of tax from salaries which comes under section 192 of Income Tax Act 1961. Thank you.